നമസ്കാരം. ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ മാസഫലമാണ് പറയുന്നത്. തുലാമാസ ഫലം. അപ്പൊ ഈ എല്ലാ രാശിക്കാർക്ക് ഗുണഫലം ദോഷഫലവും നോക്കാം. ആദ്യം മേടരാശിക്കാർക്ക് എങ്ങനെ? അശ്വതി ഭരണി കാർത്തികകാലി ഇവർക്ക് 4-ലാണ് ഗുരുവിന്റെ സ്ഥിതി. അപ്പം തുലാമാസം 1-ാം തീയതി തന്നെ ഗുരു കർക്കിടകത്തിലോട്ട് സഞ്ചരിക്കുകയാണ് ഡിസംബർ 5 വരെ. അപ്പൊ 4-ാം ഭാവം വരുന്നത് ചിലർക്ക് വീട് പൂർത്തിയാവാതെ തടസ്സപ്പെട്ടു നിന്നിരിക്കാം. അതിന്റെ പൂർത്തീകരണം നടക്കുന്ന ഒരു സമയമാണ് ഇപ്പം. വാഹനം വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. കുട്ടികളുടെ പഠന വിഷയം, ഇപ്പൊ മെഡിക്കൽ പഠനമൊക്കെ നടത്തുന്ന കുട്ടികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. 10-ാം ഭാവം ഗുരുവിന്റെ ദൃഷ്ടി വരുന്നത് തൊഴിൽ മേഖലയിലൊക്കെ അഭിവൃദ്ധി പ്രാപിക്കും. ചിലവർക്ക് ഗോൾഡ് പണയം പോയിരിക്കാം. അവർക്കൊക്കെ ഈ കാലയളവിൽ ഗോൾഡ് തിരിച്ചെടുക്കാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും 4-ാം സ്ഥാനം സുഖസ്ഥാനമാണ്. തീർത്ഥാടനം പോകാനുള്ള യോഗം കാണുന്നു. ചിലർ കുറെ കാലമായിട്ട് നമുക്ക് തിരുപ്പതി പോവാം, മൂകാംബിക പോവാം എന്നൊക്കെ പ്രാർത്ഥന അതായത് നേർന്നിരിക്കാം. ഇവർക്കൊക്കെ ഈ സമയം മൂകാംബിക, തിരുപ്പതി, അതായത് മഹാക്ഷേത്രങ്ങൾ പോകാനുള്ള യോഗം കാണുന്നു. അശ്വതി ഭരണി കാർത്തികകാലി. പിന്നെ കുടുംബത്തിൽ തന്നെ സ്വഗ്രഹത്തിൽ തന്നെ ഒരു വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. 50 ദിവസം സഞ്ചാരമുള്ളൂ. അപ്പൊ നമുക്ക് തുലാമാസ ഫലത്തിൽ നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം വളരെ സപ്പോർട്ടീവായിരിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ? ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകേരാര ഇവർക്ക് 3-ലാണ് സഞ്ചാരം. വ്യാഴന്റെ 3-ലെ സഞ്ചാരം അത്ര നന്നല്ല. ചിലർക്ക് ചെവി പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ചെവി സംബന്ധമായിട്ടുള്ള രോഗം വരാൻ, അത് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും അത് രോഗമാണ് ഉദ്ദേശിക്കുന്നത്. 3-ൽ വരുന്ന വ്യാഴം ചെവി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടാക്കാനുള്ള അവസരം കാണുന്നു. സാമ്പത്തികം ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഇത് കാണുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ഗോൾഡ് പണയം പോകാനുള്ള അവസരവും കാണുന്നു. പഠന വിഷയത്തിലൊക്കെ കുട്ടികളിൽ ചെറിയ തടസ്സം കാണുന്നുണ്ട്. വിദ്യാസൂക്തം നടത്തുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. വിവാഹാദി കാര്യങ്ങളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ് അത്ര നന്നല്ല. ഡിസംബർ 5 വരെ അതിന്റെ സഞ്ചാരം 3-ലാകും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കൂറുകാർക്ക് എങ്ങനെ? മീനക്കൂറിൽ വരുന്ന മകേര, തിരുവാതിര, പുണർന്ന, മുക്കാൽ ഇവർക്ക് ഈ മാസം മുഴുവൻ വ്യാഴം 2-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ധനാഗമം അങ്ങനെ പറയാം. എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. പിന്നെ തുലാമാസം 10-ാം തീയതിക്ക് ശേഷം കുജമാറ്റം സുക്ഷേത്രനാവയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വസ്തു സംബന്ധമായിട്ട് നമുക്ക് തീർപ്പാവാതെ കിടപ്പുണ്ടെങ്കിൽ, അതിപ്പം കുടുംബ പ്രശ്നമായിട്ട് കിടക്കുന്ന ഒരു വസ്തു തീർപ്പാവാതെ കോർട്ടിലൊക്കെ കേസായി നിൽക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നു. അതിൽ കേസ് വിജയമാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഏത് കേസാണെങ്കിലും നമുക്ക് വിജയിക്കാനുള്ള യോഗം കാണുന്നു. വണ്ടി വാഹന യോഗം, അതിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ പുറത്തു പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിലും ഇവർക്ക് ഈ മാസം ഒരു വിസ തരപ്പെടാനുള്ള യോഗം കാണുന്നു. വ്യാഴന്റെ സ്ഥിതി 2 ജന്മരാശിയാകയാൽ പഠന വിഷയത്തിലും കുട്ടികളിൽ മികവ് തെളിയിക്കാനുള്ള അവസരം കാണും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടകൂറുകാർക്ക് എങ്ങനെ? കർക്കിടകൂറിൽ വരുന്നത് പുണർതംകാല്, പൂയം, ആയില്യം ഇവർക്ക് ജന്മഗുരുവാണ്. അപ്പൊ ജന്മഗുരു വരുന്നത് ജന്മരാമ വനത്തിലെ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാം 50 ദിവസം. അത് കുട്ടികളുടെ പഠന വിഷയത്തിലൊക്കെ ദൂരെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഹോംസിക്ക് വരാനുള്ള അവസരം കാണുന്നു. അപ്പൊ കുട്ടികളിൽ ചെറിയ ദോഷം, അതിലേക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് ഗുരുഭഗവാന് കടലമാല സമർപ്പിക്കുന്നതും നെയ്തി വഴിപാട് നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. വിവാഹാദി കാര്യങ്ങളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ് അത്ര നന്നല്ല. ഇനി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്ക് അലച്ചിൽ കൂടുന്ന സമയം. മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ ഗവൺമെന്റ് തലത്തിലൊക്കെ ട്രാൻസ്ഫർ ഇത്യാദി വരാനുള്ള അവസരം കാണുന്നു. പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. പിന്നെ പ്രായമായവരിൽ ഷുഗർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇപ്പം ഷുഗറിന്റെ ഒരു കാഠിന്യം കൂടാനുള്ള അവസരം കാണുന്നു. മറ്റുള്ള മേഖലയിൽ ശ്രദ്ധ പുലർത്തുക. ബിസിനസ് മേഖലയിലാണെങ്കിലും ടീച്ചിങ് മേഖല, അതും പറയാം. ടീച്ചിങ് മേഖല നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും.
ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ. മകംപൂര ഉത്തരം കാലടങ്ങുന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് 12-ലാണ് ഗുരുവിന്റെ സഞ്ചാരം. അപ്പൊ മാസം 10-ന് ശേഷം, അതായത് തുലാമാസം 10-ന് ശേഷം 5-ലാണ് കുജന്റെ സ്ഥിതി. ബുദ്ധി വർദ്ധിക്കും. 12-ൽ ഗുരുവിന്റെ സ്ഥിതി. തീർത്ഥാടനം പോകാനുള്ള യോഗം കാണുന്നു. മഹാക്ഷേത്ര ദർശനം പോകാനുള്ള യോഗം കാണുന്നു. പഠന വിഷയത്തിലും കുട്ടികളിൽ ഈ കാലയളവ് മികവ് തെളിയിക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് ഈ കാലയളവ്, അതായത് തുലാമാസം മുഴുവനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. എന്തിനും നമുക്ക് ഒരു സഹായം പ്രതീക്ഷിക്കാം. ഗവൺമെന്റ് തലത്തിലാണെങ്കിലും ഏത് കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പരീക്ഷാ വിജയം, അതിപ്പം നമുക്ക് ഗവൺമെന്റ് ജോലിയിലൊക്കെ ടെസ്റ്റ് എഴുതാൻ നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് പരീക്ഷാ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് എങ്ങനെ. കന്നിക്കൂറിൽ വരുന്ന ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര ഇവർക്ക് തുലാമാസം മുഴുവനും യോഗകാരകനായ ഗുരു, അതായത് 4-7 ഭാവതിവനായ ഗുരു 11-ലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടും ഈ മാസം മുഴുവനും സാമ്പത്തിക നേട്ടം കൈവരിക്കാം. അത് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നവർ, ട്രേഡിംഗ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പെട്ടെന്നുള്ള ധനാഗമം വരാനുള്ള യോഗം കാണുന്നു. പിന്നെ സ്വർണം വാങ്ങിക്കാനുള്ള യോഗം, ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് വിവാഹ യോഗവും കാണുന്നു. കുജന്റെ സഞ്ചാരം ദൈന്യസ്ഥാനത്ത് വരെയാണ്, അതായത് തുലാമാസം 10-ന് ശേഷം. അപ്പം പരീക്ഷാ വിജയം കൈവരിക്കാം. 10-ന് ശേഷം കുട്ടികളിൽ പഠന മികവ് കാണാം, പരീക്ഷാ വിജയം കൈവരിക്കാം. പ്രായമായവരിൽ ഈ കാലയളവ് ക്ഷേത്ര ദർശനം, മഹാക്ഷേത്ര ദർശനം നടത്താനുള്ള, അല്ലെങ്കിൽ കുടുംബ ക്ഷേത്ര വഴിപാട് നടത്താനുള്ള യോഗം കാണും. ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക് എങ്ങനെ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രം ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഇവർക്ക് രാശിയിലാണ് സൂര്യന്റെ സ്ഥിതി. അപ്പൊ 11-ാം ഭാവാധിപ രാശിയിൽ വരുന്നത് അത്ര നന്നല്ല. ആരോഗ്യം ശ്രദ്ധിക്കുക. ചിലർക്ക് കണ്ണിൽ അസ്വസ്ഥത വരാം, തിമിരം പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു. പ്രായമായവരിൽ കുട്ടികളിലും ഉന്മേഷക്കുറവ് അനുഭവപ്പെടാം. പഠന വിഷയത്തിലൊക്കെ പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു. ശിവഭഗവാൻ ധാരിക്ക് കൊടുക്കുന്നത് നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ 10-ലെ വ്യാജന്റെ സ്ഥിതി, ഏതെങ്കിലും ഒരു ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിലും ആ ജോലി വിട്ടു മാറാനുള്ള ഒരു ടെൻഡൻസി വരാം. ചെയ്യരുത്. അത് നമുക്ക് ഇവിടേക്കാളും, ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്നേക്കാളും കുറച്ചുകൂടെ ജോലി ഭാരം കൂടാനുള്ള അവസരം കാണുന്നു. പഠിക്കുന്ന കുട്ടികളിലും അലസതയാണ് കാണുന്നത്. പരിഹാരാർത്ഥം ശ്രീ ശിവഭഗവാന് ജലധാര കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. വിവാഹാധികാരികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിലും ഈ കാലഘട്ടം നന്നല്ല, ശ്രദ്ധിക്കുക. പ്രായമായവരാണെങ്കിലും രാത്രി യാത്ര ഒഴിവാക്കുക. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെ. വിശാഖംകാല്, അനീഴ, തൃക്കേട്ട അടങ്ങുന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് സൂര്യന്റെ സ്ഥിതി 12-ലാണ്. തുലാമാസം 10-ന് ശേഷം സുക്ഷേത്രനായിട്ട് കുജൻ രാശിയിൽ വരികയാണ്. ഗുരുവിന്റെ സ്ഥിതി രാശിക്ക് ദൃഷ്ടി വരെയാണ്, 9-ലാണ് സ്ഥിതി. എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക് ഈ മാസം മുഴുവനും ധനാഗമം, മനസ്സന്തോഷം, സാമ്പത്തിക നേട്ടം, തൊഴിൽ പുരോഗതി. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവ് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. അതും പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ്. പിന്നെ ഗൾഫ് മേഖലയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് വിദേശ യാത്ര തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് പെട്ടെന്ന് വിസ വരാനും വിദേശത്ത് പോകാനുള്ള യോഗം കാണുന്നു. വിവാഹാധികാരികളിലും ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ്. വിവാഹാലോചന വരുന്നത്, അത് നടത്തിക്കുന്നത് നല്ലതാണ്. പ്രായമായവരിൽ കുടുംബക്ഷേത്ര വഴിപാട് നടത്തുന്നത് നമുക്ക് വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും. എന്തുകൊണ്ടും വൃശ്ചികക്കൂറുകാർക്ക് തുലാമാസം മുഴുവനും ഐശ്വര്യപൂർണ്ണമായിരിക്കും. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് എങ്ങനെ. മൂലം, പുരാണം, ഉത്രാടം, കലടം എന്നാണ് ധനുക്കൂറ്. ഇവർക്ക് വ്യാഴൻ 8-ലാണ് സഞ്ചാരം. 11-ല് സൂര്യന്റെ സ്ഥിതി, നീചനാണ്. അപ്പം സഹോദരി സഹോദരന്മാർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അത് കുടുംബകലം, എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യത കാണുന്നു. വ്യാഴന്റെ സ്ഥിതി 8-ലാകിയാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ചിലർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു. കുട്ടികൾക്ക്
അസിഡിറ്റി പോലെ എന്തെങ്കിലും പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു, ശ്രദ്ധിക്കുക. മാക്സിമം ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് അത്ര നന്നല്ല, അലസതയാണ് കാണുന്നത്. പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിച്ച് നെയ്തി വഴിപാടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. വിവാഹാദി കാര്യങ്ങളിൽ ആൺകുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ഈ കാലയളവ് അത്ര നന്നല്ല. 8ൽ മറവാണ് ഗുരുവിന്റെ സ്ഥിതി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് എങ്ങനെ. മകരക്കൂറിൽ വരുന്ന ഉത്രാടമുക്കാര്, തിരുവോണ, അവിട്ടാല ഇവർക്ക് 7ലാണ് ഗുരുവിന്റെ സ്ഥിതി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 5 വരെ ഗുരുവിന്റെ സ്ഥിതി 7ലാണ്. അതിസാര ഗുരു എന്ന് പറയും. വിവാഹാദി കാര്യങ്ങളിൽ മുമ്പേ വിട്ടുപോയ ഏതെങ്കിലും ബന്ധം, അതായത് വേണ്ടെന്ന് വെച്ച് പോയിരിക്കാം, എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നു. വീണ്ടും ആ വിവാഹം നടക്കാനുള്ള, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹയോഗമാണ് ഇപ്പൊ കാണുന്നത്. പഠന വിഷയത്തിലാണെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു. ഉപരിപഠനത്തിനായി പുറത്തുപോയി പഠനം തുടരാനുള്ള അവസരവും കാണുന്നു. പ്രായമായവരിലാണെങ്കിലും ക്ഷേത്ര ദർശനം നടത്താനുള്ള യോഗം കാണുന്നു. അത് കുടുംബക്ഷേത്ര വഴിപാട്. ഇപ്പൊ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതിനിപ്പം നമുക്ക് ഗോൾഡ് മർച്ചന്റ് ചെയ്യുന്നവർ, ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റ്, ഇവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടാര, ചതയം, പുലിട്ടാൻ. ഇവർക്ക് 2 ശനിയുടെ കാലമാണ്. 2ലാണ് ശനിയുടെ സ്ഥിതി. രാശിയിൽ സർപ്പന്റെ സ്ഥിതി ഈ മാസം മുഴുവനും തുടരുകയാണ്. വക്രശനിയാണെങ്കിലും നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കുക, രാത്രി യാത്ര ഒഴിവാക്കുക, ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. പെട്ടെന്നുള്ള ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക് ഈ മാസം അത്ര നന്നല്ല. 6ൽ വ്യാഴന്റെ സ്ഥിതി, വയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വരാനുള്ള അവസരം കാണുന്നു. ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. പിന്നെ സൂര്യന്റെ സ്ഥിതി നീചനായിട്ട് ബാക്കി സ്ഥലത്ത് സഞ്ചരിക്കുകയാണ്. പിതാവുമായിട്ട് കലഹിക്കാനുള്ള യോഗം കാണുന്നു. ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. പഠന വിഷയത്തിലും അലസതയാണ് കാണുന്നത്. പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിച്ച് നെയ്തി വഴിപാട് നടത്തുന്നു, ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജന വഴിപാട് നടത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. ഇപ്പൊ ചില വലിയ ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട്. നിങ്ങൾ അങ്ങനെ ക്ഷേത്രാടനം വേണ്ടെന്നുണ്ടെങ്കിൽ വൃദ്ധസദനത്തിൽ ഫുഡ്, നിങ്ങളെ ജന്മനക്ഷത്രത്തിന് വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കുന്നത് നമുക്ക് വളരെ ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കൂറുകാർക്ക് എങ്ങനെ. പുരട്ടാതിക്കാരി, ഉത്രട്ടാതി, രേവതി ഇവർക്ക് ജന്മശനിയാണ്. അപ്പൊ വക്രശനിയാണെങ്കിലും ജന്മത്തിലാണ് നിൽക്കുന്നത്. മാതാവിനെ അരിഷ്ടത ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. വീഴ്ച പറ്റാതെ ശ്രദ്ധിക്കുക മാതാവിനെ. കുട്ടികളിലാണെങ്കിലും യാത്രാ മധ്യേ ചെറിയ അപകടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. ബൈക്ക് യാത്ര ഒഴിവാക്കുക, രാത്രി യാത്ര ഒഴിവാക്കുക. എന്തിനൊരു സമാധാനം. അപ്പൊ നമുക്ക് 12ലാണ് സർപ്പന്റെ സ്ഥിതി. അപ്പം സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു. എന്തെങ്കിലും നമുക്ക് സ്കിന്ന്, കാലിലോ, ചിലർക്ക് ചെരുപ്പ് മാറിയിട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ ചെരുപ്പ് മാറ്റുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു. പഠന വിഷയത്തിലും ഈ കാലയളവ് അത്ര നന്നല്ല. പ്രീതി, ശാസ്ത്രപ്രീതി ചെയ്യുക, അല്ലെങ്കിൽ ശനീശ്വര ഹോമം നടത്തുക. പിന്നെ ആയില്യത്തിന് സർപ്പകാവിൽ നൂറുംപാല് വഴിപാട് നടത്തുന്നതും പുള്ളോമ്പാട്ട് പാടുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. വിവാഹാദി കാര്യങ്ങളിലും 5ൽ വ്യാഴന്റെ സ്ഥിതി നമുക്ക് അനുകൂലമാണ്. രാശിക്ക് ദൃഷ്ടി വരെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ആലോചന വരികയാണെങ്കിൽ സംസാരിച്ച് വയ്ക്കുക. ഡിസംബർ 5-ന് ശേഷം വീണ്ടും 4ലാണ് ഗുരുവിന്റെ സഞ്ചാരം. പിന്നെ അടുത്ത 2026 മെയ് കഴിഞ്ഞ് ജൂണിലൊക്കെ വിവാഹം നടത്താനുള്ള യോഗം കാണുന്നു. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും രാശിയധിപനും 10ാം ഭാവാധിപനും 5ൽ സ്ഥിതി ചെയ്യുന്നത് ബിസിനസ് നമുക്ക് സാമ്പത്തികം വന്നെങ്കിലും കൂടുതലും മരുന്നിന്റെ ചിലവായി പോവുക. ശുഭമസ്തു. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.